Good afternoon all. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Okay, so നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിഫിക്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. പ്രിഫിക്സ് കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ പ്രിഫിക്സ്? ഓക്കെ, അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എല്ലാവരും അടയാളപ്പെടുത്തി കാണുമെന്ന് വിചാരിക്കുന്നു, പറഞ്ഞായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സഫിക്സുകളാണ്. പ്രിഫിക്സ് അത്ര ഇല്ല. സഫിക്സ് ഏകദേശം ഒരു 37 സഫിക്സ് ഉള്ളൂ. വായിക്കാം, നമുക്ക് മീനിങ് പറയാം. എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത മീനിങ് ഏതാണോ അതൊന്ന് നോട്ട് ചെയ്ത് പോകാം. ഓക്കെ, നോക്കാം. സഫിക്സ് ഫസ്റ്റ് വൺ അൾജിയ അല്ലെങ്കിൽ അൾഗിയ എന്ന് പറയാം. ഓക്കെ, അപ്പോ അൾജിയ മീൻസ് റിലേറ്റിംഗ് ടു പെയിൻ. ദെൻ അസ്തനോ മീൻസ് ഫീബ്ലനെസ്. എന്താ ഫീബ്ലനെസ് എന്ന് വെച്ചാല് ഫീബിൾ ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയില്ലേ? എന്താ ഫീബിൾനെസ് മീനിങ്? ആർക്കെങ്കിലും അറിയോ ഫീബിൾനെസ്? നിങ്ങൾക്ക് അറിയാവുന്ന മീനിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എസ്റ്റനോ മീൻസ് ഫീബിൾനെസ് മീൻസ് ബലഹീനത അല്ലെ? അതായത് ബലഹീനത, ദുർബലത എന്നൊക്കെ നമുക്ക് പറയാം. വീക്ക് എന്ന് പറയാം. ഓക്കെ, ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് മീൻസ് ഇമ്മച്ചുവർ സെൽ, അതായത് പ്രായപൂർത്തിയാകാത്ത സെൽസുകൾ. Sele means relating to a tumor or swelling. Tumor അല്ലെങ്കിൽ swelling. എന്ത് swelling means? Swelling means വീക്കം അല്ലെ? അല്ലെങ്കിൽ വീക്കം എന്നുള്ളൊരു വീക്കം മീൻസ് നീര്, വീക്കം അങ്ങനെയുള്ളൊരു കേസ്. മുഴാന്ന് വേണമെങ്കിൽ ഓക്കെ, വീക്കം എന്നൊക്കെ ഉള്ളതാണ് മെയിൻ പറയുകയാണെങ്കിൽ. ട്യൂമർ പോലത്തെ. ഓക്കെ, മുഴ. ഓക്കെ, then synthesis relating to a procedure in which an organ or body cavity is punctured, often to drain surplus fluid or get a sample for analysis. അതായത് അധികമായിട്ടുള്ള ഫ്ലൂയിഡ് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, ഇപ്പോൾ എന്തെങ്കിലും ബ്ലഡ് സാമ്പിൾസോ ഫ്ലൂയിഡ്സ് ഒക്കെ അധികം ഉണ്ടെങ്കിൽ അതിന്റെ സാമ്പിൾസ് ഒക്കെ മീൻസ് അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വിശകലനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സാമ്പിൾ എടുക്കുന്നത്. മീൻസ് ശരീരത്തിന്റെ ഒരു തുളച്ചിട്ട് നമ്മൾ സാമ്പിൾ എടുക്കില്ലേ? ഇപ്പൊ ബയോപ്സിക്ക് കയറ്റ അങ്ങനെയുള്ള കേസസ് ഒക്കെ, പഴുപ്പ് അങ്ങനെയൊക്കെ എടുക്കുന്നത്. ഓക്കെ, എന്തൊരു ക്ലിയർ അല്ലേ പറയുന്നത്? വോയിസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്ലിയറിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. ചിലപ്പോൾ റേഞ്ചിന്റെ ഇഷ്യൂസ് ആയിരിക്കും. ടോട്ടലി എല്ലാവർക്കും ഒരുപോലെ വോയിസ് ക്ലിയർ അല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ സൈറ്റി മീൻസ് സെൽ. സൈറ്റോസിസ് അല്ലെങ്കിൽ സൈറ്റോളജി എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? മീൻസ് സെൽ തന്നെയാണ്. എക്ടോമി. എക്ടോമി മീൻസ് സർജിക്കൽ റിമൂവൽ ഓഫ്, ശാസ്ത്രീയമായിട്ട് നീക്കം ചെയ്യുക, സർജിക്കലായിട്ട് നീക്കം ചെയ്യുന്നത്. Then anemia. Anemia means relating to presence of a substance in the blood. അതായത് രക്തത്തില് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മൾ ഒരു വസ്തുവിന്റെ സാന്നിധ്യവുമായിട്ട് റിലേറ്റ് ചെയ്തത്. അതാണ് എമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജെനിക്. ജെനിക് മീൻസ് റിസൾട്ടിങ്, ഫലമായിട്ടുള്ള റിസൾട്ട് എന്നൊക്കെ പറയാം അല്ലെ? ദെൻ ലുക്കീമിയ. ഓക്കെ, then gram means record ചെയ്യുക എന്നുള്ളത്. gram, the record or the device used to create the record അല്ലെ? അതായത് എന്താണ്? നമ്മൾ റെക്കോർഡ് സൂക്ഷിക്കുന്ന ഒരു ഉപകരണം എന്നൊക്കെ പറയാം. then graph. സോറി, it is എന്ന് വെച്ചാൽ സ്വെല്ലിംഗ് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞു വീക്കം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ മുഴ അല്ലെങ്കിൽ വീക്കം എന്നൊക്കെ പറയാം. then lysis. Lysis means എന്താ? ഡിസിന്റിഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ മീൻസ് തകർച്ച അല്ലെങ്കിൽ നശിപ്പിക്കുക, ശിഥിലീകരണം എന്നൊക്കെ പറയാം കേട്ടോ. മെക്കാലി മീൻസ് എക്സ്പാൻഷൻ ഓഫ്. മെക്കാലി എക്സ്പാൻഷൻ. എക്സ്പാൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? എക്സ്പാൻഷൻ, എക്സ്പാൻഡ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ കോമൺ ആയിട്ട്. എന്താ എക്സ്പാൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ? വികാസം അല്ലെങ്കിൽ വികസിക്കുക, നീട്ടുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്.
നെക്സ്റ്റ് വൺ ഒലോക്കി. ഒലോക്കി മീൻസ് സയൻസ് ഓഫ് ശാസ്ത്രം, ശാസ്ത്രീയമായിട്ട്. Then ഒമ മീൻസ് ട്യൂമർ. നമ്മള് ഒമ എന്ന് വിളിക്കുന്നത് കേട്ടോ, ട്യൂമർ, ഒമ. Then ഓസിസ് മീൻസ് സിസ്റ്റ്. അവിടെ ഓ എന്ന് പറഞ്ഞാൽ സൈലന്റ് ആണ്, സിസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഓസിസ്. സിസ് മീൻസ് റിലേറ്റിംഗ് ടു ഡിസീസ്. പ്രോസസ് ഓഫ് സി ഓൾസോ സിസ്റ്റ്. അതായത് ഇപ്പോ എന്താ പറയാ, സിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗപ്രക്രിയയുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസസുമായിട്ട് ഓസ്റ്റോപ്രോസിസ്, ഓക്കെ, എന്തെങ്കിലും ഒരു രോഗപ്രക്രിയയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓസ്റ്റോമി. ഓസ്റ്റോമി മീൻസ് സർജിക്കൽ ക്രിയേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ് ഓർ ഹോൾ. അതായത് നമുക്കറിയാം ഇപ്പോ എന്താ ഓപ്പണിംഗ് സർജറി ഒക്കെ ചെയ്യില്ലേ, ഓപ്പൺ സർജറി. ട്രാക്കിയോസ്റ്റോമിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോളൊക്കെ ഇട്ടിട്ട് ഓപ്പൺ ചെയ്യുന്ന സർജറി. ദെൻ ഓട്ടോമി. ഓട്ടോമി മീൻസ് സർജിക്കൽ ഇൻസിഷൻ. അതായത് എന്താണ്, ശസ്ത്രക്രിയ, മുറിവ്. Then party means disease or system for treating diseases. അല്ലെ, ഡിസീസസിനെയാണ് അല്ലെങ്കിൽ ട്രീറ്റിംഗിനെയാണ്. മീൻസ് പാത്തോളജി മീൻസ് സ്റ്റഡി ഓഫ് ഡിസീസ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ, പാത്തോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. നെക്സ്റ്റ് വൺ ഫാങ്കിയ. എന്താ ഫാങ്കിയ? റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വാലോവിംഗ്. സ്വാലോവിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഭക്ഷണം കഴിക്കുന്നതിനെയോ അല്ലെങ്കിൽ സ്വാലോയിങ് ചെയ്യുക, വിഴുങ്ങുക. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫാങ്കിയ. ഓക്കെ, ഫാങ്കിയ മീൻസ് റിലേറ്റിംഗ് ടു ഈറ്റിംഗ്. Then ഫാസിയ relating to speech. Then phobia relating to an irrational fear. യുക്തിരഹിതമായിട്ടുള്ള പേടി. ചിലവർക്ക് ചില കാര്യങ്ങളോടൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, യുക്തിരഹിതമായിട്ടുള്ള പേടി. Then plasty means plastic surgery. Then plagia means paralysis. And the paralysis, facial paralysis. ഓർമ്മയുണ്ടോ പറഞ്ഞത്? facial hydrophobia. Okay, ഈ പാരലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പാരലൈസിസ് നമ്മൾ പറഞ്ഞു, ഫേഷ്യൽ പാരലൈസിസ്, മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥ അല്ലെ, തളർത്തുക, ഓടിപ്പോകുന്ന ഒരവസ്ഥ. Then next one പ്ലെജിയ കഴിഞ്ഞു. Then പെനെ. പെനെ means relating to breathing, ശ്വാസമായിട്ട്. അല്ലെങ്കിൽ മീൻസ് ന്യൂമോണിയ അങ്ങനെയൊക്കെയുള്ള കേസസുകളൊക്കെ. Then പ്രോസോസിസ്. പ്രോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൂപ്പിംഗ്. ഡ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഡ്രൂപ്പ് ചെയ്ത് കിടക്കുക, ഡ്രൂപ്പിംഗ്, തൂങ്ങി കിടക്കുക, അതുള്ളൊരു മീനിങ് ആണ് ഡ്രൂപ്പിംഗ്. Then rage. Rage means unusual or excessive flow or discharge. അസാധാരണമായിട്ടുള്ള ഒരു ഫ്ലോ. ഇപ്പൊ ഏതെങ്കിലും ഫ്ലൂയിഡ്സിന്റെ ഒക്കെ ഫ്ലോ എന്നൊക്കെ പറയാം. Then brachiaria means സെയിം തന്നെ, unusual, excessive flow or discharge, അമിതമായിട്ടുള്ള ഒഴുക്ക്. This next one, Trafi means suitor of, repair of. തുന്നല് അല്ലെങ്കിൽ എന്താണ്, നന്നാക്കൽ എന്നൊക്കെ ഉള്ള ഒരു മീനിങ്. Then Reha means flow or discharge തന്നെ, ഒഴുക്ക്. Scope means device for examination. Scoping, examination with a device. Sys means a process, action, condition. Then taxes means order, arrangement. പ്രക്രിയ അല്ലെങ്കിൽ പ്രവർത്തനം എന്നുള്ളത്. Then trophic. Trophic means relating to nutrition, പോഷക ആഹാരം. അതുമായിട്ട് റിലേറ്റ് ചെയ്തതിനാണ് നമ്മൾ ട്രോഫിക് എന്ന് വിളിക്കുന്നത്. Then urea, relating to substance in the urine or condition to incident. നമ്മുടെ യൂറിനിലെ ഒരു വസ്തുവായിട്ടോ അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ യൂറിയ എന്ന് വിളിക്കുന്നത്. ഇത്രയുമാണ് സഫിക്സിൽ വരുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം, നിങ്ങൾ അതനുസരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് പോകാം. ഡ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ തൂങ്ങിക്കിടക്കുക. പറയട്ടെ, മാർക്ക് ചെയ്തോളോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം, നമ്പേഴ്സ് പറയാം, അതനുസരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ,
സഫിക്സില നമ്പർ 1 ഫസ്റ്റ് വൺ കേട്ടോ. ഫസ്റ്റ് വൺ അടയാളപ്പെടുത്തുക റിലേറ്റിംഗ് ടു പെയിൻ. Then third one blast. Third one blast. Then seventh one ectomy. Seventh ectomy. Then 16 OMA OMA tumor കേട്ടോ 16. Then 19 otomy. 19 otomy. Then 22 fascia. 21 കൂടി ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ. ഫാഗിയ ഫാജിയ ഫാസിയ ഒക്കെ പഠിച്ചോളൂ. Then 25 ക്ലെജിയ 25. 60 90 21 22 25. Then 26 26. Then 33. Then 36 trophic. ടോട്ടലി ഇപ്പൊ എത്ര എണ്ണമായി നമ്മൾ അടയാളപ്പെടുത്തിയത്? 11. ഓക്കെ, അത്രയും മതി. ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. മറ്റേതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എല്ലാം കൂടെ പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ചെറുതെടുത്ത് തന്നിരിക്കുന്നത്. അപ്പൊ അത് മാത്രം ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഇനിയിപ്പോ മീൻസ് അടയാളപ്പെടുത്താത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, അത് നോക്കാം. അപ്പൊ അത് സഫിക്സുകൾ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. എല്ലാവരും സഫിക്സ് വായിച്ചു നോക്കാം. സഫിക്സ് എടുത്തത്ര വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. സഫിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാപ്റ്ററിന്റെ നെയിം ഏതാണ്? മെഡിക്കൽ ടെർമിനോളജി. ക്ലാസ്സിൽ കയറിയില്ല ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സില്? റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടോ? ക്ലാസ്സിലേക്ക് ക്ലാസ് കഴിഞ്ഞ ക്ലാസ് കാണാത്തവരൊന്ന് റെക്കോർഡ് ക്ലാസ് കാണണേ. വായിച്ചെല്ലാവരും സഫിക്സ് വായിക്കണോ? ഓക്കെ, കംപ്ലീറ്റ് ആക്കട്ടോ, അത് വായിക്കുക.
Algia, first one relating to pain. വേദന, വേദനയുമായിട്ട് ബന്ധപ്പെട്ടത് റിലേറ്റിംഗ് ടു പെയിൻ. റിലേറ്റിംഗ് ടു പെയിൻ, വേദന, വേദനയുമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ വേദനിക്കുന്നില്ലേ, വേദനയുമായിട്ട് റിലേറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റൂട്ട് വേർഡ്സ് തുടങ്ങാം. കുറച്ച് കൂടുതലുണ്ട്. റൂട്ട് വേർഡ്സ് അല്ലാതെ കാണിക്കാം, അബ്രിവിയേഷൻസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് റൂട്ട് വേർഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഇത് കുറച്ച് സ്പീഡിൽ പോകേണ്ട ചാപ്റ്റർ ആണ്. സ്പീഡിൽ പോകണമെന്നില്ല, കാരണം ഇത് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ടതല്ല, ജസ്റ്റ് വായിച്ചു പോകാൻ മാത്രമുള്ള ഈ ഒരു ചാപ്റ്റർ. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തരുന്നത്. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അബ്രിവിയേഷൻസിൽ ജസ്റ്റ് നമ്മൾ വായിച്ച് മാത്രം പോകുന്നുള്ളൂ, കാരണം അതിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോ ഒന്നും എക്സാമിന് ചോദിക്കാറില്ല. അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മലയാളത്തിൽ മീനിങ് വായിച്ചു പോകുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് വായിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രിഫിക്സും സഫിക്സും ഒക്കെ കുറച്ചും കൂടി അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ മലയാളം മീനിങ് കൂടി ഒക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, root words are coming in aqua. First one, aqua means here. Another meaning of the name. Addict means fat, means pulp. Then alb means white. Then algus means pain. No matter what, algia means algus pain. Then andr, andr means male. Then aorta, aorta means large artery existing from the left ventricle of the heart. നമ്മുടെ ഹൃദയത്തിന്റെ ഇടത് വെൻട്രിക്കിളിൽ ഉള്ളൊരു ആർട്ടറി. Then aqua means water. Aqua fresh എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, aqua water. Then asphyxia, asphyxia means lack of oxygen or excess of carbon dioxide in the body that result in unconsciousness. അതായത് നമ്മുടെ ശരീരത്തില് ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ദാറ്റ് റിസൾട്ട് അൺകോൺഷ്യസ് ആയി പോകുന്നു. ഈ ശ്വാസം മുട്ടക്കില്ലേ, ശ്വാസ തടസ്സം, ഇതിനെ നമ്മൾ അസ്ഫിക്സിയ എന്ന് വിളിക്കുക. Then asthma means weak. Then OD means to hear. Bronch means windpipe. In the windpipe, windpipe, bronchocyte എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. windpipe എന്താ, ശ്വാസനാളമാണ്. Then buck means cheek, കവിള്. Then bursa means sponge or sac, means സഞ്ചി എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ അത്. Callus means hard, thick skin, also a meshwork of connective tissue that forms. Hard ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള സ്കിന്നിനെയാണ് നമ്മൾ കോളസ് എന്ന് പറയുന്നത്. അതായത് ഈ അനിമൽസിന്റെ ഒക്കെ ടിഷ്യൂ, അനിമൽസിന്റെ ഒക്കെ സ്കിന്നും അവരുടെ വെയിനൊക്കെ ഇല്ലേ, അതിനെയാണ് വിളിക്കുന്നത്. ക്യാൻസിൻ മീൻസ് ക്യാൻസർ. ക്യാൻസറിനെ തന്നെ ക്യാൻസിൻ എന്ന് വിളിക്കാം. Then carotid, carotid means great arteries of the neck. കഴുത്തിലത്തെ ഒരു നമ്മുടെ കഴുത്തിലെ വലിയ ഗ്രന്ഥികൾ. മിസ് എവിടെയാണ് വായി? ഓക്കെ, നമ്മൾ ഞാൻ വായിക്കുന്നതിന്റെ ശ്രദ്ധിക്കണില്ലേ? അപ്പോ 16th വരെ എത്തി. കിട്ടിയോ? തപ്പിക്കൊണ്ടിരുന്ന ആൾക്ക് കിട്ടിയോ? 16 എത്തി. പറഞ്ഞോ? ഓക്കെ, കിട്ടി. കാർപ്പസ് മീൻസ് ബ്രിസ്റ്റ്. എന്ത് ബ്രിസ്റ്റ് എന്ന് വെച്ചാൽ,
കൈത്തണ്ടാന്നൊക്കെ പറയാം കേട്ടോ. Then cent means a fraction in the metric system. 100 or നമ്മൾ മാത്സിലൊക്കെ പറയുന്ന ഒരു സെന്റ് അത് തന്നെ, അതായത് ഫ്രാക്ഷൻ ആയിട്ട് നമ്മള് ഒരു ഭാഗം, 100-ൽ ഒരു ഭാഗം എന്നൊക്കെ പറയും ഫ്രാക്ഷനിലായിട്ട്, സെന്റിമീറ്ററിലൊക്കെ തന്നെ. Then centi means to punch a body cavity. Body cavity എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിലെ ഉള്ളിലെ അറ, ശരീരത്തിന്റെ അറ, ചെറിയ മുറിവ്. To puncture means ചെറിയ മുറിവ്, ശരീരത്തിന്റെ ഉള്ളിൽ വരുന്ന മുറിവുകളും അറ അങ്ങനെയൊക്കെ പറയാം. Then silly means eyelid. എന്താ eyelid എന്ന് വെച്ചാൽ? eyelid കൺപോള. Then ക്ലെയ്ഡോ മീൻസ് ക്ലേവിക്കൽ അല്ലെങ്കിൽ ക്ലാവിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണിനുള്ളിൽ തന്നെയുള്ള ഒരു അസ്ഥിയാണ് കേട്ടോ, കണ്ണിനുള്ളിലെ അസ്ഥിയാണ് അത് ക്ലാവിക്കൽ മീൻസ് അസ്ഥി, കണ്ണിനുള്ളിലെ അസ്ഥി. Then cactus means elbow എന്ന് വെച്ചാൽ എവിടെയാണ് എൽബോ ഏതാ എൽബോ? മുട്ട്, കണ്ട്. Then cycle means circle or cycle, ഒരു സർക്കിൾ ആയിട്ട് നമുക്ക് പറയാറില്ലേ, സൈക്കിൾ ഓർ സർക്കിൾ. ഡിജിറ്റ് മീൻസ് ഫിംഗർ ഓർ ടോ, ഫിംഗർ ഓർ നമ്മൾ ഡിജിറ്റ് എടുക്കില്ല, കൈവിരലുകളും കാൽവിരലുകളും ഡിജിറ്റ് ചെയ്യുന്നത്. Then eddy means swelling, means വീക്കം എന്നുള്ള അർത്ഥം തന്നെ. Then esthesio means relating to sensation or prescription. Means എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ സെൻസേഷൻ ഓർഗൻസ് ഏതൊക്കെയാണ്? നമ്മൾ സെൻസർ ചെയ്യില്ലേ, എന്തൊക്കെയാണ് നമ്മുടെ സെൻസേഷൻ ഓർഗൻസ് എന്ന് പറയുന്നത്? ഇതൊക്കെയാണ് ഐ, നോസ്, മൗത്ത്, ഇയർ. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എസ്തെസിയോ എന്ന് വിളിക്കുന്നത്. Then fiber means fever. Flex means bend. Bend ചെയ്യാന്ന് വെച്ചാൽ എന്താ? ബെൻഡ് ചെയ്യുക നമ്മൾ പറയാനുള്ള സാധാ മീനിങ് തന്നെ, വളയ്ക്കുക, വളയുക എന്നുള്ളൊരു മീനിങ്. Foramen means opening. ഫ്ലെക്സ് ബെൻഡ് ചെയ്യുക, ഫോറമൻ ഓപ്പണിംഗ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഫ്രാക്ട്. ഫ്രാക്ട് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരർത്ഥം. ഇപ്പൊ നമ്മൾ 29 വരെ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അത്ര 1 തുടങ്ങി 29 വരെയാണ്. ഈ 28-ഉം 28, 29, 30 വരെ പറഞ്ഞു. ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഈ ഫോറമനും ഫ്ലെക്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അത് then 30 നോക്കാം. ഫ്രാക്ചർ. ഫ്രാക്ട് മീൻസ് ബ്രേക്ക്, പൊട്ടുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. Then just means carry, produce, congestions means കൊണ്ടുപോവുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്. നോ മീൻസ് നോ, അറിയുക എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് GNO നോ എന്നിട്ട് പറയുന്നത്. Then Gram means something written or recorded. അല്ലെ, അതായത് നമ്മൾ എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നത്. Then next one ഗ്രാഫ്, റൈറ്റ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. Then humorous
ഹ്യൂമറസ് എന്ന് വെച്ചാൽ എന്താ? ബോൺ ഇൻ ദ അപ്പർ ആം. ബോൺ ഇൻ ദ അപ്പർ ആം. നമ്മുടെ മുകളിലെ കയ്യിലത്തെ അസ്ഥി, കയ്യിലുള്ള അസ്ഥി, കയ്യിലെ അസ്ഥി കേട്ടോ. Then eating means different അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു മീനിങ്. Then ഐഡോ, ഐഡോ മീൻസ് ഐഡി എന്നുള്ളൊരു മീനിങ് തന്നെ. ലാക്ട് മീൻസ് മിൽക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കുഞ്ഞുങ്ങൾക്ക് നമ്മള് പാല്, ലാക്ടോജൻ അല്ലെ? അപ്പൊ നേരെ കമന്റ് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. ലാക്ടോജൻ അല്ലെ? അതാണ് ലാക്ട് മീൻസ് മിൽക്ക് എന്നാണ്. ഇത്ര നാളെ നമുക്ക് അറിയാൻ പാടുണ്ടോ ലാക്ട് എന്ന് വെച്ചാൽ മിൽക്ക് എന്നുള്ള അർത്ഥം ഉണ്ടെന്ന്? അറിയാമായിരുന്നോ? കുറച്ചൊക്കെ അറിയാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ലാക്ടോജൻ എന്നൊക്കെ പറയാറുണ്ട്. ലാക്ട് മീൻസ് മിൽക്ക്. Then link means tongue. Then men, month. Then aqua means eye. O means egg. Then palpate means to inspect by touch. നമുക്ക് പരിശോധിക്കാം, നമ്മൾ ടച്ച് ചെയ്തിട്ട് പരിശോധിക്കില്ലേ, തൊട്ട് നോക്കിയിട്ട് പരിശോധിക്കുന്നത്. Then pet means child or food. Then percus means to inspect by streaking. എന്ത് സ്ട്രിക്ക് ചെയ്യാന്ന് വെച്ചാല് സ്ട്രിക്കിംഗ്, സ്ട്രിക്കിംഗ്, സ്ട്രിക്ക് ചെയ്യുക, സ്ട്രിക്ക് ചെയ്യുക, അടിക്കുക അല്ലെങ്കിൽ അടിച്ചു വീഴ്ത്തുക എന്നൊക്കെയുള്ളൊരു മീനിങ്. Then കൂട്ടിമുട്ടുക, അടിച്ചിടുക, വീഴ്ത്തുക എന്നും പറയുന്നത്. റിബർ സൈഡ്, റിബർ എന്താ? റിബർ യെസ്, വാരിയല്ല. ഓക്കെ, then side measure. Okay, then toe means the foot. Boys, then picture means saliva. Saliva means എന്താ? എന്ത് പറ്റി? ക്ലിയർ ആവുന്നില്ലെന്നാണോ അല്ലെങ്കിൽ വോയിസ് കട്ടാവുന്നതാണോ? എന്താ പ്രശ്നം പറയൂ. എല്ലാവർക്കും ഒരുപോലെയാണ്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? എന്താ പ്രശ്നം പറഞ്ഞോളൂ. അതെ മാം, അത് വോയിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. വോയിസ് കട്ടാവുന്നത് കേൾക്കാം. ഓക്കെ ഓക്കെ, അത്രയും ഒന്ന് വായിക്കാമോ? നമ്മൾ ഇത്ര ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഒട്ടും തന്നെ കിട്ടുന്നില്ലെന്നാണോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്താണോ കേൾക്കുന്നത്? ഇപ്പം നന്നായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. മൊത്തത്തിൽ സ്റ്റക്ക് ഓക്കെ ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് എടുത്ത് എത്ര ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ക്ലിയർ ചെയ്യാം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. പറഞ്ഞ എത്രയും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ.
ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ സംഭവം എന്ന് ടെക്നിക്കൽ നോക്കിയതാണ്. നമുക്ക് നെഞ്ചിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ. നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ ആണ്, ഇടയ്ക്ക് സ്റ്റക്ക് ആയി പോകുന്നത്. അപ്പൊ ഒന്ന് ക്ലിയർ ചെയ്തതാണ്. എനിക്ക് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ഓക്കെ ആണ്. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ടെക്നിക്കലായിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? എല്ലാം ഫ്ലോയും പോയി അല്ലേ? ഓക്കെ, ചൈൽഡ് ഓർ ഫ്രൂട്ട് വരില്ല. റിബ് പറഞ്ഞു, റിബ് സൈഡ് സലൈ വരാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ സലൈവ മീൻസ് ഉമിനീര് അല്ലെ? നിങ്ങൾക്ക് അറിയാലോ ഉമിനീര്. ദെൻ ഫയർ മീൻസ് ഫയർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം, തിരക്ക് പിടിക്കില്ലേ, പറഞ്ഞു തരാം കേട്ടോ. ഫിസിക്സിൽ നമുക്ക് സോറി റൂട്ട് വേർഡ്സ് ഏതൊക്കെയാ പഠിക്കേണ്ടതെന്ന് ഇവിടെ പഠിച്ചു തരാം. അത് മാത്രം പഠിച്ചാൽ മതി, എല്ലാം കൂടി പഠിക്കണം, നമുക്ക് ടെൻഷൻ അടിക്കണ്ട. ദെൻ റേഡിയസ്. റേഡിയസ് എന്ന് വെച്ചാൽ എന്താ? ദ ഫോറമൻ ബോൺ ഓൺ ദ തം സൈഡ്, ഓൾസോ എ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓർ സ്ഫിയർ ടു എഡ്ജ്. നമ്മുടെ തള്ളവിരലിന്റെ അസ്ഥിനെയാണ് ഈ റേഡിയസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തം സൈഡിനകത്തുള്ള ഒരു റേഡിയസിന്. നെക്സ്റ്റ് വൺ റെൻ. റെൻ മീൻസ് കിഡ്നിയുടെ അതറിയാതെ നമ്മൾ റെൻ എന്ന് വിളിക്കുക. റെറ്റിന. റെറ്റിന എന്ന് വെച്ചാൽ എന്താ? റെറ്റിന എല്ലാവർക്കും അറിയാലോ. റെറ്റിന റെറ്റിന ഐ പാർട്ട് അല്ലെ? ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദ ഐ. കണ്ണിന്റെ ഒരു പാളി അല്ലെ? Sankhan means blood. Then sebum. Sebum means fatty secretion of the sebaceous gland. Sebaceous gland എന്ന് പറഞ്ഞാല് നമ്മുടെ മുഖത്തും നമ്മുടെ ഫേസിലും നമ്മുടെ തലയോട്ടിലും കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ്, മീൻസ് ഒരു ഗ്രന്ഥിയാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആദ്യം പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് സെബാസിയസ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കരയുമ്പോഴും അല്ലെ, കരയുമ്പോഴും ചിരിക്കുമ്പോഴും എല്ലാം ഈ ഒരു നമ്മുടെ ഫേസിലുള്ള ഒരു ഗ്രന്ഥിയാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് മനുഷ്യ ശരീരത്തിൽ ആദ്യം പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് സെബാസിയസ് ഗ്ലാൻഡ്. ഓക്കെ, എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതാം. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. സെപ്റ്റ് മീൻസ് കട്ട്. സെപ്സിസ് means the presence of microorganism or their toxin in the blood. Also the toxic condition caused by such presence. അതായത് സൂക്ഷ്മാണുക്കളുടെയോ മറ്റു വൈറസുകളുടെയൊക്കെ സാന്നിധ്യം രക്തത്തിലോ അല്ലെങ്കിൽ വിഷവസ്തുക്കളൊക്കെ വരുന്നതിനെയാണ് സെപ്സിസ് എന്ന് പറയുന്നത്. നമ്മൾ ആടുമയോ കൈമയോ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ അത് സെപ്റ്റിക് ആയി എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ? അത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സെപ്റ്റിക് ആവുക അല്ലെങ്കിൽ സെപ്റ്റിക് ആവുക എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ? ആ സെയിം മീനിങ് തന്നെ. ഓക്കെ, മീൻസ് അണുമുക്തമാക്കുക അല്ലെങ്കിൽ വിഷവസ്തുക്കൾ ഇൻഫെക്ഷൻസ് ആവുക എന്നൊക്കെ ഒരു മീനിങ്. സെപ്റ്റ്. സെപ്റ്റ് മീൻസ് വാൾ, ഡിവൈഡർ, ഓൾസോ സെവൻ. മതിൽ അല്ലെങ്കിൽ വാൾ എന്നൊക്കെ പറയാം, ഡിവൈഡർ. സെറ. The clear portion of the body fluids including blood. നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? രക്തം ഉൾപ്പെടെ ബ്ലഡും കൂടാതെയുള്ള മറ്റു ദ്രാവകങ്ങളും ഫ്ലൂയിഡ്സിനെയാണ് സെറം എന്ന് വിളിക്കുന്നത്. സൈനസ്. സൈനസ് മീൻസ് cavity, channel or hollow space. ഇപ്പോ പൊള്ളയായിടം അല്ലെങ്കിൽ അറ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. മീൻസ് ദ്വാരം, ദ്വാരം എന്നൊക്കെ പറയാം കേട്ടോ. Then soma means body. Then spire means coil. In the coil, കമ്പി ചുരുളെന്നൊക്കെ പറയാനില്ലേ? കമ്പി, coil. Then stasis means the slowing or stopping of the normal flow of a fluid such as blood. അതായത് രക്തം പോലെയുള്ള ഒരു ഫ്ലൂയിഡ്സിന്റെ ഒഴുക്ക് കുറയുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്നത്. Then stature means height. Then sterno means
Sternum means breastbone. Breastbone എന്ന് വെച്ചാൽ നമ്മുടെ നെഞ്ചിന്റെ അടുത്തായിട്ട് പരന്നു കിടക്കുന്ന നെഞ്ച് ഭാഗത്തായിട്ടുള്ള പരന്ന തരത്തിലുള്ള അസ്ഥി. Then stoma. Stoma means any tiny opening on the surface of the body, like pore, also opening created in a abdominal wall for passage of urine or feces. അതായത് ശരീരത്തിന്റെ ഉപരിതലത്തിലെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സുഷിരം. ഇപ്പൊ യൂറിനും മറ്റും കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സുഷിരം മീൻസ് ഒരു ഹോള്. Then next one, tact. Tact means touch. ടച്ച് ചെയ്യുക എന്നൊരു മീനിങ്. 68 വരെ ആ ഒരു പേജിൽ നമ്മൾ പറഞ്ഞതൊന്ന് വായിച്ചു നോക്കാം. 53 തുടങ്ങി 68 വരെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു പേജ് വായിച്ചു നോക്കിക്കോളൂ. സ്റ്റോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഉപരിതലത്തിൽ ഒരു ഓപ്പണിംഗ് ഇടുന്നത്. അതായത് ഇപ്പൊ യൂറിന് അല്ലെങ്കിൽ ട്യൂബൊക്കെ ഇടുമ്പോൾ അങ്ങനെ യൂറിന് ഇത് പോകാനോ അങ്ങനെയുള്ള ഒരു ചെറിയ ബോഡിയിൽ ഓപ്പണിംഗ് ഇടുന്നത് കേട്ടോ. ഉപരിതലത്തില് ഓപ്പണിംഗ് ആക്കുന്നത്. സെപ്റ്റ് എന്ന് വെച്ചാല് വാൾ, മതില് അല്ലെങ്കിൽ ഡിവൈഡർ. ഓൾസോ 7 അതിന് അർത്ഥമുണ്ട്. സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഓപ്പണിംഗ് ഹോളൊക്കെ ഇടില്ലേ നമ്മള്, അങ്ങനെയുള്ളത്. ഇപ്പൊ ട്രാക്കിയോസ്റ്റോമി ചെയ്യാനും അങ്ങനെയൊക്കെ ഹോൾ ഇടില്ലേ, ആ ഒരു ഹോൾ കേട്ടോ. ഇതില് നമ്മൾ പറയുന്ന കുറച്ചൊക്കെ അതിൽ കൂടുതലും എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമുകൾ തന്നെയാണ്. അല്ലാതെയും വരുന്ന ടേമുകളുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറെ എനിക്ക് തോന്നുന്നു മെഡിക്കൽ ടേമുകളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് എല്ലാം കൂടി പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഇമ്പോർട്ടന്റ് മീൻസ് ഇതുവരെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഏകദേശം അത് വെച്ചിട്ടാണ് നിങ്ങളോട് പഠിക്കാനായിട്ട് മാർക്ക് ചെയ്ത് തരുന്നത്. നെക്സ്റ്റ് വായിക്കാം. 79 വരെ ഉള്ളൂ. നമുക്ക് റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എക്സാം പറഞ്ഞിരുന്നല്ലേ? ഓക്കെ ഓക്കെ. പറയുന്നത് ആണോ? ഇത് കണ്ടിന്യൂ ചോദിക്കാം കേട്ടോ. കട്ടാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ പറഞ്ഞൊന്നും കേട്ടില്ല മിസ്. അന്ന് സ്റ്റക്ക് ആയിട്ട് നിൽക്കുവായിരുന്നു. സ്റ്റക്ക് ആണ് അല്ലെ? വിട്ടുവിട്ടാണോ കേൾക്കുന്നത് അല്ലെങ്കിൽ ഒട്ടും തീരെ കേൾക്കാൻ പറ്റുന്നില്ല? ഇപ്പൊ കുറച്ചു നേരം സ്റ്റക്ക് ആയിട്ട് നിന്നായിരുന്നു. ഇപ്പൊ മിസ് പറഞ്ഞൊന്നും കേട്ടില്ല. ഇന്നൊരു കുറച്ച് ഇഷ്യൂ വന്നിട്ടുണ്ട് കേട്ടോ. അത് ക്ലിയർ ആക്കാം നമുക്ക്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് എക്സാമിന്റെ കാര്യം ഞാൻ ചോദിക്കാവേ. ദെൻ അപ്പോ ഒന്നും കൂടി പറയാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി പറയാൻ ശ്രദ്ധിക്കുക. ടെട്രാ മീൻസ് ഫോർ. ടോക്സിക് മീൻസ് പോയിസണൈസ്, വിഷാംശമായിട്ടുള്ളത്.
റിച്ച് മീൻസ് ഹെയർ. കട്ടാവണയാണോ? ഒട്ട് കേൾക്കുന്നില്ല. ചില വേർഡ്സുകളൊന്നും ഒട്ടും കേൾക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞതൊന്നും കേട്ടില്ല മാം. കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, നോക്കാം. ഒന്നുകൂടി പറയാം കേട്ടോ. കേൾക്കില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. നോക്കാം. Rich means hair. You are urine. Veric means varicose vein. നമ്മുടെ കാലിലൊക്കെ അധികം നേരം നിൽക്കുന്നവർക്കൊക്കെ പറയുന്ന varicose vein. Then vertigo means a disorder sensation in which one's own body or the surroundings are seen as moving. അതായത് ഒരു സെൻസേഷൻസിലെ ഡിസോർഡർ ആണ്. നമുക്ക് നമ്മൾ ചുറ്റും ചലിക്കുന്നത് പോലെ തോന്നാം, തല കറങ്ങുന്നത് പോലെ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് വരുന്നതിനാണ് വെർട്ടിഗോ എന്ന് പറയുന്നത്. ഇപ്പോ ഇയർ ബാലൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു മീൻസ് ചുറ്റുപാട് കറങ്ങുന്നത് പോലെയൊക്കെ തോന്നും, അല്ലെങ്കിൽ നമ്മൾ സ്വയം കറങ്ങുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് വെർട്ടിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിസർ മീൻസ് ഇന്റേണൽ ഓർഗൻസ്. വിസർ മീൻസ് ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ഈ ഉള്ളിലുള്ള അവയവങ്ങള്. വിസ്കോസ് മീൻസ് സ്റ്റിക്ലി, പശ്ചിമ നിറഞ്ഞ സ്റ്റിക്ലി ആയിട്ടുള്ള. സൺ മീൻസ് ഫോറിൻ മെറ്റീരിയൽ. സർ മീൻസ് ഡ്രൈ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് വരുന്നത്. ഇതില് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം, ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. ബ്രേക്ക് ആവുന്നുണ്ട് പറയുന്നത്. 69 തൊട്ടെന്നോട് പറയാം. അന്നേരം ഒന്നും കേൾക്കത്തില്ലായിരുന്നു. 69 തൊട്ട് 74 വരെ. 69 നോക്കൂ. ടെട്രാ മീൻസ് 4 എന്നുള്ളൊരു മീനിങ് ആണ്. ടോപ്പ് കട്ട്, ടോക്സിക് പോയിസണൈസ്, വിഷാംശമായിട്ടുള്ളത്. റിച്ച് ഹെയർ. യു ആർ യൂറിൻ എന്നുള്ളത് തന്നെയാണ് യു ആർ എന്ന് പറയുക. വെരിക് മീൻസ് വെരിക്കോസ് വെയിൻ അല്ലെ. നമുക്കറിയാം ഈ കുറച്ച് പ്രായമായവരിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൂടുതൽ നേരം നിൽക്കുന്നവരിലൊക്കെയാണ് ഈ വെരിക്കോസ് വെയിൻ ഒക്കെ. കാലിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലെ, വെരിക്കോസ് വെയിൻ. വെർട്ടിഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഡിസോർഡർ സെൻസേഷൻ, നമ്മളുടെ ഇന്ദ്രിയ സെൻസേഷനിലുള്ള ഒരു ഡിസോർഡർ ആണ്. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയാൻ, ഇപ്പോ ഇയർ ബാലൻസ് ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ കുമ്പിടുമ്പോഴും കുനിയുമ്പോഴൊക്കെ ഇതുപോലെ തലച്ചിക്കുന്നത് പോലെ, നമ്മൾ സ്വയം ചലിക്കുന്നത് പോലെ, കറങ്ങുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. വിസർ മീൻസ് ഇന്റേണൽ ഓർഗൻസ്, നമ്മളുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങൾ. വിസ്കോസ് സ്റ്റിക്ലി മീൻസ് പശ്ചിമയായിട്ടുള്ള സ്റ്റിക്ലി ആയിട്ടുള്ളത്. സൺ മീൻസ് ഫോറിൻ മെറ്റീരിയൽ, മീൻസ് വിദേശ ഫോറിൻ, ആ ഒരു മീനിങ് തന്നെ. സർ മീൻസ് ഡ്രൈ ആയിട്ടുള്ളത്. നമ്പർ പറഞ്ഞോട്ടെ, ഇത് നോട്ട് ചെയ്ത് വെക്കില്ല എല്ലാവരും? നമ്പർ പറയാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ, സമയം കഴിഞ്ഞില്ല. റൂട്ട് വേർഡ്സില് ഫോർത്ത് 4 അൽഗസ് പെയിൻ എന്നുള്ളത് അടയാളപ്പെടുത്തുക. 4. 8. ഇങ്ങനെ നമ്പർ മാത്രം പറഞ്ഞാൽ പോരെ, പെട്ടെന്ന് നിങ്ങൾ അടയാളപ്പെടുത്തിക്കോളൂല്ലേ? 4, 8, then 11, then 70, 26, 70 കഴിഞ്ഞാൽ 26, 38, 50, 53, 54, 55, മൂന്നെണ്ണം കേട്ടോ. 53, 54, 55. Then 60. Then 62. 64. 72. 76.
76. ഓക്കെ, ടോട്ടൽ എത്രണ്ണായി? ടോട്ടൽ എത്രണ്ണായി ഒന്ന് റൗണ്ട് ചെയ്ത്. $17 ആണോ $90 ആണോ? ടോട്ടൽ എത്രയായിപ്പോ? ആ 15. ഓക്കെ, എക്സാം ഇപ്പൊ ഇനി നമുക്ക് മൺഡേ ക്ലാസ് വരുന്നുണ്ട്. മൺഡേ പ്രിഫിക്സിൽ നിന്നും എക്സാം ഇടുന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ, പ്രിഫിക്സ് മാത്രം. ഓക്കെ, പ്രിഫിക്സിന് മാത്രം എടുത്തോളും. പ്രിഫിക്സും സഫിക്സും മിക്സ് ചെയ്തൊന്നുമില്ല, കൺഫ്യൂഷൻ ആകണ്ട. പ്രിഫിക്സ് മാത്രം നമ്മൾ അടയാളപ്പെടുത്താൻ പറഞ്ഞത് ഒന്ന് നോക്കി പോവുക കേട്ടോ. എക്സാം ഇടാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടാം. ഇപ്പൊ വോയിസും കുറച്ച് പ്രശ്നമാകുന്നുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഓക്കെ ആക്കാം നമുക്ക്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും പ്രിഫിക്സിന്റെ ഒരു എക്സാം ഇടും. ഓക്കെ ആണ് എല്ലാവരും? പഠിക്കില്ലേ എല്ലാവരും? എന്താ പറഞ്ഞോളൂ. PDF എടുത്തില്ല മേഡം, അതിന്റെ ചാപ്റ്ററിന്റെ നെയിം ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക്? ചാപ്റ്റർ 35 ആണോ നിങ്ങളുടെ അതിനകത്ത്? ഇല്ല, മെഡിക്കൽ ടെർമിനോളജി. ചാപ്റ്ററിന്റെ പേര് മെഡിക്കൽ ടെർമിനോളജി കേട്ടോ. പേര് തന്നെ നോക്കിയിട്ട് എടുക്കണേ. ഓക്കെ, അപ്പോ റംസിയ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് ക്ലാസ് ഒക്കെ ഒന്ന് കാണണം കേട്ടോ. എന്നിട്ടൊന്ന് നിങ്ങൾക്ക് ഒന്ന് എഴുതി എടുത്താൽ മതി കേട്ടോ. ക്ലാസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ കയറാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. നമുക്ക് 1-2 ക്ലാസ് കാണാതെ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോഴാണ് ആ കണ്ടിന്യൂഷൻ കിട്ടാത്തത്. പക്ഷെ ഈ ഒരു ചാപ്റ്റർ വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മളങ്ങനെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊന്നല്ലോ, ജസ്റ്റ് അതിന്റെ മീനിങ് മാത്രം മനസ്സിലാക്കി എടുക്കാനുള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, എളുപ്പമാണ്. നമ്മളുടെ ഇപ്പൊ റൂട്ട് വേർഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ നമുക്ക് അബ്രിവേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അബ്രിവേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എക്സ്പാൻഷൻ ഫോം മാത്രമാണ്. അതില് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. കാരണം അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. എക്സ്പാൻഷൻ ഫോം എന്താണോ അത് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമിന്. അപ്പൊ അതിൽ നിന്നും അതെനിക്ക് തോന്നുന്ന ഒരു 300 സംതിങ് 320 ഉള്ള 325ഓളം അബ്രിവേഷൻസ് വരുന്നുണ്ട്. ആരും പേടിക്കണ്ട, പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. അത്ര ഒന്നും നമുക്ക് പഠിക്കണ്ട. നമുക്ക് നോർമലി ഹോസ്പിറ്റലായിട്ട് 327 അല്ലെ, അത്രയും വരുന്നുണ്ട് എക്സ്പാൻഷൻ ഫോം. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്ത് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിനുള്ളിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതായിട്ടുള്ള ടേമുകളും കാര്യങ്ങളും മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാം, അത് അടയാളപ്പെടുത്തി തരാം ഏതൊക്കെ പഠിക്കണമെന്ന്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്മൾക്ക് അത് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ആ എന്താണ് അബ്രിവേഷൻ അതിന്റെ എക്സ്പാൻഷൻ വായിച്ച് മാത്രം പോകുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇനി അബ്രിവേഷൻ ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ എക്സാം. അപ്പൊ എക്സാമിന്റെ കാര്യം നിങ്ങൾ ക്ലാസ്സിൽ തുടങ്ങുമ്പോഴേക്കും എന്നെ ഓർമ്മിപ്പിക്കണം. കാരണം ലാസ്റ്റ് ഒരു 10 minutes നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ആരും ഓർമ്മിപ്പിച്ചില്ല. ആരോ ഒരാളാണ് എക്സാമിന്റെ കാര്യം ചോദിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം, ബാക്കിയുള്ളവർ പഠിച്ചിട്ടില്ല. അത് തന്നെ കാര്യം, മറന്നു പോയിട്ടുണ്ട് അല്ലേ? സത്യമാണോ? ആ സത്യമാണ് അല്ലെ. കുറച്ചുപേര് എക്സാമിന്റെ കാര്യം മറന്നു പോയിട്ടുണ്ട്, പഠിച്ചിട്ടില്ല അല്ലെ. മിസ് മറന്നുപോയി കാണുന്നുള്ളൊരു ഇതാണ്. ആണോ? ആ മറന്നുപോയി. ഓക്കെ, കുറച്ചുപേര് ഓർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മറന്നുപോയിന്നില്ല, കുറച്ചുപേര് മറന്നുപോയി കാണും. കുഴപ്പമില്ല. പ്രിഫിക്സ് നമുക്ക് അപ്പോ സമയമുണ്ട്. ഇനി സാറ്റർഡേ സൺഡേ ടൈം ഉണ്ട്. അപ്പൊ കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, പ്രിഫിക്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, miss.